നല്ല ചൂട് ഗായ്സ്, നല്ല ചൂട്. നമ്മുടെ സ്നേഹക്കൊച്ചിന്റെ കല്യാണത്തിന് വന്നാട്ടാ. പള്ളിയിൽ ചടങ്ങാണ്. ഞാനും മര്യാദക്ക് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചെക്കൻ എസ്പി പറഞ്ഞത് അവന് വെള്ളം വേണമെന്ന്. അതും പറഞ്ഞ് തോണ്ടി ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു കുപ്പി വെള്ളം എടുത്ത് ഞാൻ കൊടുത്തു. ഇതുപോലെ അവന് സോഡ ഇട്ട വെള്ളം വേണമെന്നും പറഞ്ഞാൽ പിന്നെ അടുത്തത്. അപ്പൊ അത് വേറൊന്നുമല്ല, നമ്മുടെ സോഡാ സർവത്താണ് അവൻ ചോദിക്കണേ. ചെക്കന്റെ ആഗ്രഹമല്ലേ എന്നോർത്ത് മമ്മിയോട് ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ഞാനും അവനും കൂടെ അങ്ങ് ഇറങ്ങി പുറത്തേക്ക്. മര്യാദക്ക് ഫാനിന്റെ അടിയിലിരുന്ന് എന്നെ പിടിച്ചോണ്ട് പോയി നട്ടപ്പുറ വെയിലത്തേക്കാണ് ചെക്കൻ. ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു. വേർത്ത് കുളിച്ചെന്നൊക്കെ പറഞ്ഞാൽ പോരാ, അജാതി ചൂട്. അവൻ ഇതൊന്നും വകവെക്കാണ്ട് മുന്നോട്ട് പായണ കേട്ടോ, സോഡാ സർബത്ത് മനസ്സിൽ കണ്ടുണ്ട്. എന്നാ പിന്നെ പ്രതികാരം പിന്നെ ആക്കാൻ ഓർത്തപ്പോ ചെക്കൻ നിൽക്കണ മട്ടില്ല. ലാസ്റ്റ് അവന്റെ പിറകെ ഞാനും നടക്കാൻ തുടങ്ങി. പക്ഷെ റോഡിലേക്ക് ഇറങ്ങിയപ്പോ ആട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ലാന്ന് പറഞ്ഞല്ലേ, ഒരു കടയും തുറന്നിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ പോയപ്പോ 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കുഞ്ഞു കട കണ്ടു. കട നോക്കി മുന്നേ പോയ കക്ഷി ഇതുവരെ അത് കണ്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ അവനെ വിളിച്ച് ഈ കടയിലോട്ട് കയറ്റി 2 സോഡാ സർബത്തും പറഞ്ഞ ചേച്ചിയോട്. അവിടെ കണ്ട് സ്റ്റൂളിൽ കയറിയിരുന്ന് ആശാൻ കട്ട വെയിറ്റിംഗിലാണ്. ഞാൻ അന്നേരം ഫേസ് ഒക്കെ ഒന്ന് തുടച്ച് സെറ്റായി. അപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ കുട്ടിയൊക്കെ ഇളകി പോയി എന്നുള്ളത്. അപ്പോഴേക്കും ദാ ചേച്ചി ആദ്യത്തെ ഗ്ലാസും കൊണ്ടുവന്ന് അവന് കൊടുത്തു. അവൻ അത് വാങ്ങി കുടിച്ചിരുന്നു. ഞാനും കുടിച്ചു. ഹാപ്പിയായി ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി. സോഡാ സർബത്ത് കുടിച്ചിറങ്ങിയപ്പോ ഒന്ന് ആകെ തണുത്തിരുന്നു. പക്ഷെ ആ തണുപ്പൊക്കെ പിന്നെയും വെയിലത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും തീരുമാനമായി തന്നെ വേണം പറയാനായിട്ട്. ഒരിടയ്ക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു ചെക്കൻ. പിന്നെ ഞങ്ങൾ അത് നിർത്തിച്ച് അതിന് കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പൊ ചെക്കൻ സോഡാ സർബത്തിൽ ഒതുങ്ങിയിരിക്കുന്നത്. ഹാപ്പിയല്ലേ? കല്യാണ ഹാളിലേക്ക് തിരിച്ചു നടക്കുന്ന വഴിയാണ് ഞങ്ങൾ കണ്ട് തമിഴ്നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പുള്ള ചാമ്പോയിപ്പ്. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ വിടാവോ? അപ്പൊ നോക്കുമ്പോൾ തങ്ങ് ഓടി കയറി അത് ചാമ്പാൻ തുടങ്ങി. വെള്ളം വരുന്നുണ്ടായി. പക്ഷെ ഞങ്ങൾ ഒരുപാട് നേരം അത് നോക്കി നിന്നില്ല. കാരണം കല്യാണ ഹാളിലേക്ക് എത്താൻ ഞങ്ങൾ വൈകുമെന്നുള്ളതുകൊണ്ടിട്ട് അത് അവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ തിരിച്ചു നടന്നു. ആശാൻ വെച്ചു പിടിക്കുക കേട്ടോ. വെയിലല്ലേ, പാവത്തിന്റെ തലയിൽ വെയിലുള്ളതെന്ന് ഓർത്തിട്ട് ടവലിട്ട് കൊടുത്തപ്പോഴത്തേക്കും ആദ്യം അവനത് കുടിച്ച് നടന്നെങ്കിലും പിന്നെ അതേ തുള്ളിച്ചാടി അതങ്ങനെ തട്ടിയിട്ടിട്ട് അവൻ അവന്റെ പാട്ടിന് പോയി. പിന്നെ ഞങ്ങൾ വേഗം സ്പീഡിൽ നടന്നു. കല്യാണം കഴിയുന്നതിന് മുന്നേ ഞങ്ങൾക്ക് പള്ളിയിലെത്തണമായിരുന്നു. അപ്പോൾ ഓടി തിരിച്ചു വന്നു. എന്നിട്ട് അവനെയും കൂട്ടി തന്നെ ഞങ്ങൾ പള്ളിയുടെ അകത്തോട്ട് കയറി. ചെല്ലുമ്പോഴത്തേക്കും കല്യാണം തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ, മിന്നായിട്ട് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കല്യാണം ഞങ്ങളിരുന്ന് കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ എല്ലാവർക്കും മോസ്തി കൊടുക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ സ്കൂൾ ടൈം ഓർമ്മ വന്നു. ഞാൻ നോർമലി ഒരു മുസ്ലിം ഫാമിലിപ്പെട്ടാണ്. പക്ഷെ ഞാൻ പഠിച്ചതും വളർന്നൊക്കെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളും കൂടുതലും ക്രിസ്ത്യൻസ് തന്നെയാണ്. എൻ്റെ സ്കൂൾ ടൈമിൽ ഞങ്ങൾക്ക് മോറൽ സയൻസ് ക്ലാസ് എല്ലാം ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് അത് കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി പള്ളിയിരുന്ന് കുർബാന അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഇത്തവണ ഓർമ്മ വന്നത്. ഇതിനിടയിൽ കല്യാണം കഴിഞ്ഞു, എൻ്റെ പഴയകാല അയവറക്കലും കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി നമുക്ക് പുതിയ വീഡിയോകളോട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇനിയും വെറുപ്പിക്കലുമായി വീണ്ടും കാണാം. ബൈ ബൈ.